99 പ്രളയം എന്നറിയപ്പെടുന്ന 1924 മഹാപ്രളയം. കൃത്യമായി പറഞ്ഞാൽ 1924 ജൂലൈ 14 ശക്തിപ്പെട്ട മഴ രണ്ടാഴ്ച മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ മുക്കി. കേരളം രൂപപ്പെടുന്നതിനും മുൻപാണത്. ആ ദുരന്തത്തിൽ മൊത്തം നഷ്ടം, മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല. വിവിധയിടങ്ങളിൽ നിന്നുള്ള നഷ്ടമരണ കണക്കുകൾ പല റിപ്പോർട്ടുകളിലുമുണ്ട്. പക്ഷേ ഒന്നും പൂർണ്ണമല്ല. വാർത്താവിനിമയ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന 100 വർഷം മുമ്പ് അതൊക്കെ അസാധ്യമായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ എന്ന രചനയിൽ തകഴി ഹൃദയം തൊടുന്ന വിധം ആ രംഗങ്ങൾ വിവരിക്കുന്നുണ്ട്. എല്ലാം നഷ്ടമായ മനുഷ്യർ, അവർ ഓമനിച്ചു വളർത്തിയ ജീവികൾ, വെള്ളം നക്കി കുടിച്ച വീടുകൾ, വിലാപങ്ങൾ. ഇങ്ങനെ പറഞ്ഞു കേട്ട കഥകൾ വെറും കഥകളല്ല, പൊള്ളുന്ന അനുഭവമായിരുന്നു എന്ന് മലയാളി മനസ്സിലാക്കിയത് 2018 കേൾക്കാനും ഓർക്കാനും ഇഷ്ടമില്ലാത്ത ആ ഓഗസ്റ്റ് നാളുകൾ. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയം മലയാളിക്ക് പേടി സ്വപ്നമാണ്. 14.57 ലക്ഷം ആളുകൾ ക്യാമ്പുകളിലായി. 3879 ക്യാമ്പുകളിലായി 3,91,494 കുടുംബങ്ങൾ വേരറ്റ് ജീവിച്ചു. 299 പേർ മുങ്ങി മരിച്ചു. ഉരുൾപൊട്ടലുകളിൽ 155 പേരും മറ്റ് അപകടങ്ങൾ കാരണം 66 പേരും വിട പറഞ്ഞു. മൊത്തം 450 പേരെയാണ് പ്രളയം നമുക്കിടയിൽ നിന്ന് കൊണ്ടുപോയത്. 2.53 ലക്ഷം വീടുകൾ ഭാഗികമായി നശിച്ചു. 15,272 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 5,610 കോടിയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി. ഓഗസ്റ്റ് 14 മുതൽ 10 ദിവസം കൊണ്ട് കേരളം ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പായി മാറി. ജൂലൈ പാതി വരെ ശാന്തമായി ഒഴുകിയിരുന്ന പമ്പ, രാമപുരം, മാമുക്ക് കരകളെ തൊട്ട് ഒഴുകിയിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഭാവം മാറി. ഒരു രാത്രി പുലർന്നപ്പോൾ പുഴയേത് കരയേത് എന്നറിയാത്ത സ്ഥിതി. റാന്നി പ്രദേശത്തു നിന്ന് ആളുകൾ ഭഗവതി കുന്നിലേക്ക് കയറിപ്പോയി. മേൽക്കൂരകൾ വെള്ളത്തിലൂടെ ഒഴുകി. മുളങ്കൂട്ടങ്ങൾ പരന്നു വന്നു. പിന്നാലെ കാടൊഴുകി വന്നു. ശബരിമല വനത്തിൽ നിന്ന് മലയിളകി വരും പോലെ വെള്ളം കലങ്ങി മറിഞ്ഞിരുന്നു. അതിൽ പരന്നൊഴുകുന്ന അനക്കമറ്റ മനുഷ്യർ. ഒഴുകിപ്പോകുന്ന മരങ്ങളിൽ പിടിച്ചുകിടന്ന പുലികളെ കണ്ടവർ ഭയന്നു. പക്ഷെ എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിൽ മൃഗങ്ങളും ജീവഭയത്തിലായിരുന്നു. കരകളിൽ കെട്ടിയിട്ടിരുന്ന വള്ളങ്ങൾ ആരെയും രക്ഷിക്കാതെ മുങ്ങി ചേറിലമർന്നു. തെക്കൻ നാട്ടിലെ ദുരന്ത വർത്തമാനങ്ങൾ അന്നത്തെ മാതൃഭൂമി ലേഖകർ വിവരിക്കുന്നുണ്ട്. 1924 ജൂലൈ 20 രാവിലെ കനത്ത മഴയത്ത് ഭൂമികുലുക്കവും ഉണ്ടായി. ആര്യങ്കാവിൽ മല ഇടിഞ്ഞുപോയി. തിരുനെൽവേലി തിരുവനന്തപുരം തീവണ്ടിപ്പാത തകർന്നു. മലയിൽ നിന്നു വീണ കല്ലുകളിൽ തട്ടി പാളങ്ങൾ മീറ്ററുകളോളം ഉയർന്നു പൊങ്ങി. 6 ഫർലോങ് നീളത്തിലും 1000 അടി വീതിയിലും ഒരു കുന്ന് തന്നെ പാളത്തിലേക്ക് ഇരുന്നുപോയി. സ്റ്റേഷനുകൾ നശിച്ചു. പല വണ്ടികളും മണ്ണിനടിയിലായി. തൃശൂർ വടക്കാഞ്ചേരിയിൽ, അകമലയിലും ഷൊർണൂരും കോഴിക്കോട്ടുമെല്ലാം തീവണ്ടിപ്പാളം താറുമാറായി. പട്ടാമ്പി മുഴുവൻ മുങ്ങി. മലപ്പുറം സബ് കളക്ടർ ജൂലൈ 24 കോഴിക്കോട് കളക്ടർക്കയച്ച റിപ്പോർട്ട് പ്രളയത്തിന്റെ ചിത്രം വെളിവാക്കുന്നതാണ്. ജൂലൈ 16 ഉച്ചയോടെ ഒറ്റപ്പാലം മുങ്ങിപ്പോയി. വെള്ളം പ്ലാറ്റ്ഫോമിന് മീതെ കൂടി ഒഴുകി. ബോട്ടില്ലാതെ ഒരിടത്തേക്കും പോകാൻ കഴിയാത്ത സ്ഥിതി. പട്ടാമ്പി അങ്ങാടി മുങ്ങി. പുലാമന്തോൾ സബ് രജിസ്ട്രാറെ വീടിന്റെ മേൽപ്പുരയിൽ തുളയിട്ടാണ് വള്ളത്തിൽ രക്ഷപ്പെടുത്തിയത്. പാലക്കാട്, മലപ്പുറം ദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ വീടുകൾ കൂട്ടത്തോടെ നശിച്ച് മനുഷ്യർ രക്ഷാകേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചു. വെള്ളമിറങ്ങുന്നതിനൊപ്പം കടുത്ത ക്ഷാമവും വ്യാപിച്ചു. അരി എത്തിക്കാൻ പ്രയാസപ്പെട്ടു. വഴികളും പാലങ്ങളും അത്രമേൽ തകർന്നിരുന്നു. 2018 ഭീകരം. 1924 2018 താരതമ്യം ചെയ്യുന്നവരുണ്ട്. 2018 പ്രളയത്തിനു ശേഷം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ സമ്പൂർണ്ണ പ്രളയ ഡയറി 2 കാലത്തെയും മഴക്കണക്കുകൾ താരതമ്യം ചെയ്യുന്നുണ്ട്. 1924 ഇന്നത്തെ അത്ര മഴമാപിനികൾ ഉണ്ടായിരുന്നില്ലെന്നതും ഉള്ളതിന്റെ ഗുണനിലവാരക്കുറവും മൂലം അന്നത്തെ കണക്കിന് പരിമിതി ഉണ്ടാവാം. എന്നിട്ടും 1924 മഴ 2018 ഭീകരമായിരുന്നു എന്ന് അളവുകൾ പറയുന്നു. 1924 ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ അന്നത്തെ കേരളത്തിൽ ലഭിച്ച മഴ 3463.1 മില്ലിമീറ്റർ ആയിരുന്നു. 2018 ഇതേ സമയത്ത് ലഭിച്ചത് 2517.2 മില്ലിമീറ്ററും. 2039.6 മില്ലിമീറ്ററാണ് ഈ സമയത്ത് ലഭിക്കേണ്ട ശരാശരി മഴ. 945.9 മില്ലിമീറ്റർ അധികം മഴയാണ് 2018 അപേക്ഷിച്ച് 1924 ലഭിച്ചതെന്ന് കാണാം. എത്രമാത്രം ഭീകരമായിരുന്നു 1924 എന്ന് മനസ്സിലാക്കാൻ ഈ അന്തരം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. തിരുവിതാംകൂർ രേഖകളിൽ മനുഷ്യർ കൂട്ടമായി കുന്നുകളിലേക്ക് പലായനം ചെയ്തതിന്റെ വിവരണങ്ങളുണ്ട്. തിരുവിതാംകൂറിനെ മഴ ഒരു വലിയ ചതുപ്പാക്കി മാറ്റിയെന്ന് ചരിത്രം പറയുന്നു. ആശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാൻ ജൂലൈ കഴിയേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ ഒരു സഞ്ചാരവും പറ്റിയിരുന്നില്ല.
നാടൻ വള്ളങ്ങൾ മാത്രമായിരുന്നു ആശ്രയം. തിരുവനന്തപുരത്തും കൊച്ചിയിലും സൈന്യത്തിന്റെ സേവനമുണ്ടായി. മറ്റിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും സന്നദ്ധ സേവകരായി. അമ്പലപ്പുഴ 4000, ആലപ്പുഴ 3000, കോട്ടയത്ത് 5000, ചങ്ങനാശ്ശേരി 3000, പറവൂർ 8000 എന്നിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനമെത്തിയെന്നാണ് ഒരു കണക്കിൽ കാണുന്നത്. നെൽകൃഷി മുഴുവൻ ഒലിച്ചുപോയി. മാന്നാറിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രതിനിധി സംഘത്തിന്റെ കണക്ക് പ്രകാരം അവിടെ മാത്രം 500 വീടുകൾ, 200 തെങ്ങിൻ തോപ്പുകൾ, 6.4 ലക്ഷം കിലോഗ്രാം ധാന്യം എന്നിവ നശിച്ചുപോയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ സമഗ്രമായ തിരുവിതാംകൂർ കണക്ക് ക്രോഡീകരിച്ച് എഴുതപ്പെട്ടില്ല. കാരണം പലയിടത്തും വിവരങ്ങൾ നൽകാൻ മനുഷ്യരെ ഉണ്ടായില്ല. ശ്രീമൂലം തിരുനാളാണ് അന്ന് തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം സുഖമില്ലാത്ത സ്ഥിതിയിലായിരുന്നു. വയ്യായികയിലും അദ്ദേഹം പലയിടത്തും നേരിട്ടെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പക്ഷേ പ്രളയത്തിന്റെ ദുരന്ത ചിത്രം അദ്ദേഹത്തെ മാനസികമായും തളർത്തിയെന്നാണ് ചരിത്രം. രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പരിശ്രമം ഭരണകൂടം നടത്തി. കാർഷിക വായ്പാ പരിധി ഉയർത്തി. വീട് പുതുക്കാൻ മുള സൗജന്യമായി അനുവദിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകി. ശ്രീമൂലം തിരുനാളും പിന്നീട് വന്ന സേതുലക്ഷ്മി ബായിയും ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ആളുകളെ കേട്ടു. 10,000 അപേക്ഷകർക്ക് ആളൊന്നുക്ക് 500 രൂപ വീതം വായ്പ അനുവദിച്ചു. പലിശ ഇളവോടെയായിരുന്നു ആ വായ്പകൾ. പക്ഷേ ക്ഷാമത്തിന്റെ ദുരിതം എവിടെയും ഉണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള 18 പടികളിൽ 15 പടികൾ മുങ്ങിപ്പോയെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. 2018 15 പടി വരെ മുങ്ങി. 2 പ്രളയത്തിലും ക്ഷേത്രവളപ്പിൽ വെള്ളം കയറിയില്ല. 2 സമയത്തും ആറന്മുള വാസികൾക്ക് ക്ഷേത്രവളപ്പാണ് ആശ്രയമായത്. പമ്പയാറിനോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും അതിന്റെ സവിശേഷമായ നിർമ്മാണ രീതി കൊണ്ട് വെള്ളപ്പൊക്കങ്ങളെ അതിജീവിക്കുന്നതാണ് പ്രത്യേകത. ആറന്മുള നിവാസികൾ പ്രളയത്തിൽ കൂട്ടത്തോടെ ഇടശ്ശേരിമല കുന്നിലേക്ക് പോയി. കുറെ പേർ ഇപ്പോൾ AEO ഓഫീസ് ഇരിക്കുന്ന കൊട്ടാരത്തിൽ പള്ളിക്കൂടം ഭാഗത്തും. ക്ഷാമം രൂക്ഷമായപ്പോൾ കുന്നിൻ മുകളിൽ അവശേഷിച്ച കപ്പയാണ് ജനത്തിന് ആശ്രയമായത്. പക്ഷെ കൃഷിക്കാർ ലോഭമില്ലാതെ അത് പങ്കിട്ടതായി പറയപ്പെടുന്നു. 1924 ജൂലൈ 16 അന്ന് 1099 കർക്കടകം 1 തുള്ളിക്കൊരുകുടം എന്നൊക്കെ പറഞ്ഞത് സത്യമായ സ്ഥിതി. മലഞ്ചെരിവുകളിലെ ദുർബല ഇടങ്ങൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് താങ്ങാൻ കഴിയാതെ കുതിർന്ന ബിസ്ക്കറ്റ് കണക്കെ പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. കേരളം കണ്ട ഏറ്റവും വലിയ മഴകളിൽ ഒന്നായിരുന്നു അത്. ജൂലൈ 16 24 മണിക്കൂറിനിടെ ഇടുക്കി ഭാഗത്ത് മാത്രം 310 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതിന്റെ തലേ ദിവസം 240 മില്ലിമീറ്റർ മഴ. മുതിരപ്പുഴയാർ പുഴയേത് കരയേത് എന്നറിയാതെ പരന്നു. കുണ്ടളവാളി നാരോഗേജ് പാളവും സ്റ്റേഷനുകളും മുങ്ങി. മാട്ടുപ്പെട്ടി ഭാഗത്ത് ഒലിച്ചുവന്ന മരങ്ങൾ അടിഞ്ഞുകൂടി. ഉരുൾപൊട്ടിയ മണ്ണും ചെളിയും കൂടി ഒരിടത്ത് സമാഹരിച്ചു. വെള്ളം ചുവപ്പും കാപ്പിപ്പൊടി നിറവും കലർന്നൊഴുകി. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പുതിയ തോടുകൾ ആദ്യം രൂപപ്പെട്ടു. പിന്നെ അവ ചെറുപുഴകൾ പോലെയായി. ഹെഡ്വർക്ക് ഡാം ഭാഗത്ത് വലിയ തടസ്സങ്ങളിൽ വെള്ളം തടഞ്ഞു നിന്നു. പെരിയവര കന്നിമല ഭാഗത്തു നിന്നുള്ള ഒഴുക്ക് കൂടിയായപ്പോൾ പഴയ മൂന്നാറിൽ 1000 ഏക്കറോളം വരുന്ന വലിയൊരു തടാകം രൂപപ്പെട്ടു. കണ്ണൻദേവൻ ഫാക്ടറിയും സ്റ്റോറും മുങ്ങി. മഴ തുടങ്ങി ഒരാഴ്ചക്കകം ഇവിടെ വെള്ളക്കെട്ട് പൊട്ടി. പള്ളിവാസൽ ഭാഗത്ത് 200 ഏക്കർ കുത്തിയൊലിച്ചു. 150 മീറ്റർ ഉയരത്തിൽ നിന്ന് പുതിയ വെള്ളച്ചാട്ടം. 2 ജനറേറ്ററുകളും തകർന്നു. മൂന്നാറിന് ചുറ്റും 10 കിലോമീറ്റർ പരിധിയിൽ വലിയ നാശനഷ്ടമുണ്ടായി. കരിന്തിരി വൻമല വീണ് പൊടിഞ്ഞുപോയി. പഴയ ആലുവ റോഡ് തുടച്ചു നീക്കപ്പെട്ടു. പഴയ മൂന്നാറിൽ നിന്നു മാറി 1 കിലോമീറ്റർ അകലെ പുതിയ മൂന്നാർ പട്ടണം പിന്നീട് പണിതു. പക്ഷേ റെയിൽവേ മാത്രം മടങ്ങി വന്നില്ല. മൂന്നാറിൽ നിന്ന് ഒഴുകി വന്ന വെള്ളത്തിൽ ഒരു ഭാഗം എറണാകുളത്തിന്റെ കിഴക്കൻ ഭാഗത്തെ തകർത്തു കളഞ്ഞു. പെരിയാറിൽ നിന്നുള്ള വെള്ളം കവിഞ്ഞ് ജില്ലയുടെ 4ൽ 3 ഭാഗം മുങ്ങി. ആലുവ കാലടി ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരുന്നു. വെള്ളം പൊങ്ങി വന്ന നായത്തോട് വിഷ്ണു ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിന്റെ മേൽപ്പുര ഒഴുകിക്കൊണ്ടുപോയി. ഈ മേൽപ്പുര റെയിൽവേ പാളത്തിൽ പോയി തങ്ങി നിൽക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. നായത്തോട് മഹാദേവ ക്ഷേത്രത്തിന്റെ ചുമരിൽ ഇപ്പോഴും 1924 ജലനിരപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലടി തലയാറ്റുംപള്ളി മനയിൽ 99 വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മയ്ക്ക് അടയാളം രേഖപ്പെടുത്തിയിരുന്നു. നിറഞ്ഞൊഴുകുന്ന പെരിയാറ്റിലൂടെ ഒഴുകിപ്പോകുന്ന മരങ്ങളിൽ മൃതപ്രായരായ പുലികൾ പിടിച്ചു കിടക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2018 സമാനമായി അന്നും കാലടി ദേശം മുഴുവൻ വെള്ളപ്പൊക്കത്തിലായിരുന്നു. വെള്ളപ്പൊക്കം കൊച്ചിയിൽ വലിയ ക്ഷാമമുണ്ടാക്കിയെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈപ്പിനിൽ ആളുകൾ വെള്ളമിറങ്ങിയ ശേഷം അരി സമാഹരിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഇതിലുണ്ട്. അരി തേടി വരുന്നവരെ കണ്ട് കടക്കാർ പൂട്ടിപ്പോയി. സമാധാനമുണ്ടാക്കാൻ പോലീസ് മാർച്ച് നടത്തുകയും ചെയ്തു. 2018 പോലെ അന്നും മനകളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ജാതി മതഭേദമന്യേ മുഴുവൻ സമയം ഭക്ഷണം തയ്യാറാക്കുകയും ആളുകൾക്ക് അഭയമേകുകയും ചെയ്തുവെന്നത് ദേശീയ തലത്തിൽ തന്നെ ഖ്യാതിയേകി. മിഥുനമാസത്തിൽ കൊച്ചിയിൽ കൊടുങ്കാറ്റുമുണ്ടായിരുന്നു. അതിന്റെ പ്രയാസം തീരും മുൻപെയാണ് വെള്ളപ്പൊക്കം എത്തിയത്. കൊച്ചി തൃശൂർ ഷൊർണൂർ പാത പലയിടത്തായി മുറിഞ്ഞു പോയത് ശരിയാക്കിയെടുക്കാൻ 1 മാസത്തിലധികം വേണ്ടി വന്നു. ഇതോടൊപ്പം പാലങ്ങളും വീണുപോയതോടെ കൊച്ചിയും മലബാറും ശരിക്കും വേർപെട്ടുപോയി. ആശ്വാസം എത്താനും ഇത്ര കാലം വൈകി. മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞൊഴുകിയിരുന്നു. 2021 ഒക്ടോബർ 16 കുട്ടിക്കലുണ്ടായ ഉരുൾപൊട്ടൽ
മണിമലയാറിനെ അസാധാരണ വെള്ളപ്പൊക്കത്തിൽ എത്തിച്ചിരുന്നു. മണിമലയിലും മറ്റും വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ വരെ വെള്ളമെത്തി. 24-ലും സമാന സ്ഥിതിയുണ്ടായി. കുമരകത്ത് ഒരു പാഠശാലയിൽ കുരുങ്ങിപ്പോയ പുലിയെ പിന്നീട് രക്ഷിക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്തെ നടവഴികളെല്ലാം മനുഷ്യർക്കായി തുറന്നു കൊടുക്കാൻ ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ വൈക്കം സത്യാഗ്രഹം 1924-ലെ പ്രളയകാലത്തെയും നേരിട്ട് മുന്നോട്ടു പോയി. 1924 മാർച്ച് 30-ന് തുടങ്ങിയ സത്യാഗ്രഹമാണ് കഴുത്തറ്റം വെള്ളത്തിലും തുടർന്നത്. ജൂലൈയിൽ വൈക്കവും പരിസരവും മുങ്ങിയിരുന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും മാർഗനിർദ്ദേശം നൽകിയ പോരാട്ടത്തിനു മുന്നിൽ പ്രകൃതിയുടെ രോഷം ഒന്നുമായിരുന്നില്ല. തൃശൂർ, പാലക്കാട്, മലപ്പുറം ദേശങ്ങളിൽ നിന്നുള്ള ദുരന്ത വിവരം പുറംലോകമറിയാൻ ഏറെ വൈകി. അകമല മണ്ണിടിച്ചിൽ തൃശൂർ പാലക്കാട് യാത്ര ഇല്ലാതാക്കി. ഷൊർണൂരിലെ പാലങ്ങളുടെ വീഴ്ച ഭാരതപ്പുഴയ്ക്കപ്പുറവും ഇപ്പുറവും എന്ന വണ്ണം നാടിനെ വേർതിരിച്ചു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ അമ്മിനിക്കാട്, നെന്മിനി, കല്ലടിക്കോട് തുടങ്ങിയ മലകളും ഇടിഞ്ഞു വീണു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റൂട്ടിൽ ചെമ്പൻകുന്ന് വീണത് വലിയ നാശമുണ്ടാക്കി. പട്ടാമ്പിയിൽ അരിക്ഷാമമുണ്ടായത് പരിഹരിക്കാൻ ഷൊർണൂർ തീവണ്ടി ആപ്പീസിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അരിശേഖരം സബ് കളക്ടർ എത്തി തുറപ്പിച്ചു. പക്ഷേ നെല്ലറയുടെ നാടിന് അതൊന്നും മതിയാകുമായിരുന്നില്ല. പുലാമന്തോൾ, ഏലംകുളം, തിരുവേഗപ്പുറ, കല്ലടിപ്പാറ എന്നിവിടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കത്തിന്റെ കെടുതി ഭീകരമായിരുന്നു. മലപ്പുറം മങ്ങാടിയിൽ സബ് കളക്ടർ പരിശോധനയ്ക്ക് പോയപ്പോൾ തോണി സഞ്ചരിച്ചത് വീടുകൾക്ക് മീതെ കൂടെയായിരുന്നു. അത്രമേൽ വെള്ളമാണ് ഉയർന്നിരുന്നത്. ജൂലൈ 14-ന് വൈത്തിരിയിൽ 420 മില്ലിമീറ്ററാണ് മഴ ലഭിച്ചത്. ഇതിനു മുമ്പുള്ള പരമാവധി മഴ 200 മില്ലിമീറ്റർ മാത്രമായിരുന്നു. കോഴിക്കോട് കളക്ടറുടെ രേഖകളിലാണ് ഈ മഴക്കണക്കുള്ളത്. കല്ലായിപ്പാലം വെള്ളത്തിൽ കാണാതായി. ജനങ്ങൾ ഓടി തെങ്ങുകളിൽ വലിഞ്ഞു കയറിയതായും പിന്നീട് അവരെ വള്ളത്തിലെത്തി രക്ഷിച്ചതായും പറയുന്നുണ്ട്. കോഴിക്കോട് 4 ഫർക്കകളിൽ 22,000 വീട് നശിച്ചു എന്നാണ് പറയുന്നത്. 3,372 വീടുകൾ കോഴിക്കോട് താലൂക്കിൽ മാത്രം. കോഴിക്കോട്ടെ തടി വ്യവസായത്തിന് വലിയ തിരിച്ചടി കിട്ടി. പണിതിട്ട ഉരുക്കൾ പ്രളയത്തിൽ ഒലിച്ചുപോയി. നിലമ്പൂർ കോവിലകത്തെ ആനകളെയും വെള്ളത്തിൽ നഷ്ടമായി. 35,000 ഹെക്ടറിലായിരുന്നു മലബാറിൽ കൃഷിനാശം. ഫാറൂഖ്, കല്ലായി പാലങ്ങൾ തകരാറിലായി. മാഹി, നെല്ലിപ്പുഴ, ബാവലിപ്പുഴ, പുലാമന്തോൾ എന്നീ പാലങ്ങളും തകർന്നു. കാളകൾ വ്യാപകമായി ചത്തതു കാരണം കോഴിക്കോട്, വയനാട് ചരക്ക് നീക്കം നിലച്ചു. തപാൽ മേഖല സ്തംഭിച്ചു. കോഴിക്കോട് സാമൂതിരി സ്കൂൾ ക്യാമ്പായി. 750 ആളുകളാണ് ഇവിടെ താമസിച്ചത്. ലേഡീസ് ക്ലബ് 6,000 രൂപ ദുരിതാശ്വാസത്തിന് സമാഹരിച്ചു നൽകി. മോശം കാലാവസ്ഥ കാരണം ധാന്യവുമായി വന്ന കപ്പലുകൾക്ക് തീരമെടുക്കാൻ കഴിഞ്ഞില്ല. പ്രമുഖ വ്യാപാരികൾ ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് അരിശേഖരം മെച്ചപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. വയനാടിനെ സംബന്ധിച്ച് 1924-ലെ പ്രളയം ഇരട്ട ആഘാതമായിരുന്നു. 1923-ലും അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായത്. പുതുപ്പാടി ചുരത്തിൽ 4 നാശമുണ്ടായത്. കോഴിക്കോട് വൈത്തിരി ഗതാഗതം സ്തംഭിച്ചു. പനമരം, മാനന്തവാടി എന്നിവിടങ്ങളിൽ വീടുകൾ നഷ്ടമായ ആളുകൾ ദിവസങ്ങളോളം അഭയം കിട്ടാതെ വിഷമിച്ചു. ഇരിക്കൂറിലെ ഭയങ്കരമായ വെള്ളപ്പൊക്കം എന്ന മാതൃഭൂമി റിപ്പോർട്ട് 1922-നുണ്ടായ സാഹസികമായ രക്ഷാപ്രവർത്തനത്തിന്റെ കഥ വിവരിക്കുന്നുണ്ട്. ഇരിക്കൂർ, കൊളോട്ട, പട്ടുവം പ്രദേശങ്ങൾ മുങ്ങിപ്പോയി. സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറിയപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ ഒരു മരത്തിൽ കയറി. ഓഫീസ് ജീവനക്കാരനായ പി. ഗോവിന്ദൻ, പോസ്റ്റ് മാസ്റ്റർ കെ. ഗോപാലൻ എന്നിവർ അടുത്തുള്ള കുന്നിലെത്തി ഇവരെ കൂകി വിളിച്ചു. ഇത് കേട്ട് പരിസരവാസിയായ കുഞ്ഞിക്കണ്ടി ബാച്ചി കാതറ എന്നയാളോടൊപ്പം രക്ഷയ്ക്കിറങ്ങി. സ്വന്തം വീടുകൾ മുങ്ങിപ്പോയി അപകട നിലയിൽ നിൽക്കുമ്പോഴാണ് അവർ മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങിയത്. ഒരു തവണ നീന്തിച്ചെന്നപ്പോൾ രക്ഷിക്കാൻ സാധിച്ചില്ല. തിരികെ നീന്തുമ്പോൾ കുഴഞ്ഞുപോയ ഇവർ മരക്കൊമ്പിൽ പിടിച്ചു കിടന്നാണ് രക്ഷപ്പെട്ടത്. ഇവർ തിരിച്ചു വന്ന് പോലീസിനെ വിവരമറിയിച്ചു. അവർ തോണിയുമായി വന്ന് മരത്തിലുള്ളവരെ രക്ഷപ്പെടുത്തി. ഇതേ സ്ഥലത്തെ ഇൻസ്പെക്ടർ സി. ഉണ്ണിയൻ സ്വന്തം വീട്ടിൽ മുങ്ങുന്ന കുടുംബം നിലവിളിക്കുമ്പോൾ വഞ്ചിയുമായി പോയി മറ്റൊരിടത്ത് കുടുങ്ങിയ 44 പേരെ പലതവണയായി രക്ഷിച്ചു. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ അമ്മയെയും കുട്ടിയെയും ഇദ്ദേഹം തന്നെ രക്ഷിച്ചു. പിന്നീടാണ് അദ്ദേഹം സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ പോയത്. ജോൺ ആൻഡേഴ്സൺ തോറൻ ആയിരുന്നു കോഴിക്കോട് കളക്ടർ. മദ്രാസ് ഗവർണറായിരുന്ന വിസ്കോൺ ഘോഷനും ചേർന്നാണ് ആശ്വാസ പ്രവർത്തനം നടത്തിയത്. 6,500 രൂപയാണ് അന്ന് കളക്ടർ ബ്രിട്ടീഷ് സർക്കാരിനോട് ചോദിച്ചത്. 20,000 രൂപ അനുവദിച്ചു. മരണസംഖ്യ രേഖപ്പെടുത്തിയിട്ടില്ല. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ 2,500 രൂപ അനുവദിച്ചു. 97 പേജുള്ള റിപ്പോർട്ടാണ് അന്ന് കളക്ടർ സമർപ്പിച്ചത്. കോഴിക്കോട് 3,370 വീട് തകർന്നതായി പറയുന്നു. 2.2 ലക്ഷം വീടുകൾ നശിച്ചു. 3,300 കാലികളെ നഷ്ടമായി. മലബാറിൽ നാടുകാണി, പേരിയ, താമരശ്ശേരി ചുരങ്ങൾ തകർന്നു. ആര്യ സമാജം, രാമകൃഷ്ണ മിഷൻ, ക്രിസ്ത്യൻ മിഷണറിമാർ, മുസ്ലിം കൂട്ടായ്മകൾ എന്നിവർ ഭക്ഷണം വിതരണം ചെയ്തു. കോഴിക്കോട് മാത്രം ദിവസം 500 ചാക്ക് അരി വിതരണം ചെയ്തിരുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.